ഇത് നല്ല ചതുരാകൃതിയിലുള്ള പിടിയാണെന്ന് പറഞ്ഞാൽ ഇത് തെറ്റിപ്പോകത്തില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കര റാവുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്താണ്? ഒരു പുല്ലുവെട്ടി. നമുക്ക് പുല്ലുവെട്ടി പെട്ടെന്ന് മാറ്റത്തക്ക രീതിയിലുള്ളൊരു സാധനം. ആ പുല്ലുവെട്ടി ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ പലരും കമൻറ്റ് ചെയ്തു, ഇത് ഏത് രീതിയിലൊക്കെ ഉള്ളതാണ്, ഇത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ പല സംശയങ്ങൾ വന്നു. അതിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഈ പുല്ലുവെട്ടിയുടെ ഉപയോഗം കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ പുല്ലുവെട്ടിയുടെ ലിങ്കിൽ പോയി ആ പുല്ലുവെട്ടിയുടെ ഉപയോഗം ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പുല്ലുവെട്ടി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ഒരു രീതിയിലുള്ള പുല്ലുവെട്ടി മാത്രമല്ല, പല രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. ഞങ്ങളുടെ അടുത്ത് അത് നിർമ്മിച്ചു തരുന്ന ഒരാളുണ്ട്. ആവശ്യക്കാർക്ക് കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പുല്ലുവെട്ടി എത്തിച്ചു കൊടുക്കും. അപ്പോൾ ആ പുല്ലുവെട്ടിയുടെ ഉപയോഗവും ആ പുല്ലുവെട്ടിയുടെ പ്രത്യേകതയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഓരോന്നും ഓരോ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഇത് നല്ല ചതുരാകൃതിയിലുള്ള പിടിയാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് തെറ്റിപ്പോകത്തില്ല, നമ്മുടെ കയ്യിൽ നിന്നിരുന്ന് വഴുതി പോകത്തില്ല. നമുക്ക് നല്ല വൃത്തിയായിട്ട് പുല്ലടിച്ച് ഇങ്ങനെ അടിച്ച് കളയാൻ പറ്റും. ഇതുകൊണ്ട് ഇതിന് വളരെ ഭാരം കുറവാണ്. എത്ര പുല്ല് വേണമെങ്കിലും നമുക്ക് അടിച്ച് കളയാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത, ഇത് വളരെ ഭാരം കുറവാണ്. ഏത് ആരോഗ്യം കുറഞ്ഞ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു പുല്ലുവെട്ടിയാണ്. ഇതിന് റൗണ്ട് പിടിയാണ്. ചിലർക്കൊരു സംശയമുണ്ട്, ഈ പുല്ലുവെട്ടി കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ വിയർപ്പ് പറ്റി കഴിയുമ്പോൾ ഇത് കയ്യിൽ നിന്ന് ഒഴുകിപ്പോകുമെന്ന്. ഒഴുകിപ്പോകത്തേയില്ല. ഇതും വളരെ ബെറ്ററാണ്. ഇതുകൊണ്ട് വെട്ടിയാലും എത്ര വലിയ പുല്ലും എത്ര ഉയരത്തിലുള്ള ഒരുപാട് ഉയരത്തിലുള്ള പുല്ലുകൾ നേരത്തെ ഞങ്ങൾ വെട്ടി നിങ്ങളെ കാണിച്ചതാണ്. ഇപ്പോൾ ഇത് എത്ര വൃത്തിയായിട്ട് എത്ര താത്ത് വേണമെങ്കിലും നമുക്ക് വെട്ടാൻ പറ്റും. അടുത്ത വർണ്ണം കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അടുത്ത പുല്ല് വെട്ടി അതിനല്പം ഭാരം കൂടുതലാണ് കേട്ടോ. അത് ഇങ്ങനെ വളച്ചെടുത്തിരിക്കുന്ന വളച്ച് എടുത്തിരിക്കുന്നൊരു വെയിറ്റ് അല്പം കൂടുതലാണ്. ചിലർക്ക് അങ്ങനെ വെയിറ്റ് വേണം. മുൻപേ കാണിച്ചത് തടിപ്പിടിയായിരുന്നു. പക്ഷേ തടിപ്പിടിയേക്കാൾ നല്ലത് ഈ പിടി തന്നെയാണ്. GA പൈപ്പിൻ്റെ പിടിയാണ്. ഒരു കാരണവശാലും ഭാരം വളരെ കുറച്ച് കിട്ടും. കാരണം ഈ കമ്പിക്കൊരു ഭാരമുണ്ട്, അതിൻ്റെ വെയിറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കണം. അതുകൊണ്ട് തടിയുടെ പിടി മാറ്റിയിട്ട് ഇപ്പോൾ GAയുടെ പിടി തന്നെ അതിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഊരിപ്പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് വളരെ നിസ്സാരം ഒരു 100 ഗ്രാം തൂക്കം കൂടുതലുണ്ട്. പക്ഷേ വിലയും അല്പം കൂടുതലുണ്ട്. അതിൻ്റേതായ ഈ നിർമ്മാണ രീതി അനുസരിച്ചുള്ളൊരല്പം വിലയും കൂടുതലുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധനം ഇത് അടിച്ച് വളച്ച് തുകച്ച് എടുത്ത് അതിനെ ഫയൽ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. 3 രീതിയിലുള്ള സാധനമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ 3 രീതിയിലുള്ള സാധനത്തിൽ ഏത് രീതിയിലുള്ള സാധനം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പർ, ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് അവരുടെ വിലയും അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്ന ഡീറ്റെയിലും അവർ അയച്ചു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്തുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് കൂടി ചെയ്യണേ.